സ്തുതിച്ചു. ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ കറുത്ത ശുശ്രൂഷകളുടെയും ദൈവമക്കളുടെയും മധ്യത്തിൽ ഒരു സാക്ഷ്യം, അവയെക്കുറിച്ചൊരു സാക്ഷി ഇത്ര വേഗത്തിൽ പറയാൻ സാധിക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയും മാവിയെ പോയി കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ കണ്ട് ഞങ്ങൾ യാത്ര പറഞ്ഞു പോകുന്നതാണ്. പിറ്റേ ദിവസം ശരീരത്തിന് സൗഖ്യമില്ല എന്നറിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ആ ഒരു രാത്രി കൊല്ലം ഫെയ്ത്ത് ഹോമിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ മാവിയെ കാണാൻ അനേക കർത്താവിൻ്റെ ശുശ്രൂഷകർ കടന്നു വന്നു. അതിനു മുമ്പ് മാവിക്ക് മുമ്പ് അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാനും ഇതുപോലൊരു കഷ്ടത്തിൽ കൂടെ കഴിഞ്ഞ നാളുകൾ കടന്നുപോയി. ഞാനൊരു രാത്രി ഒരു 12 മണി മുതൽ 2 മണി വരെ നിർത്താതെ ഞാൻ സ്തോത്രം ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ 12 മുതൽ 2 മണി വരെ അമ്മച്ചി ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിനൊരു വലിയ വിടുതൽ തന്നു എന്ന് എന്നോട് പറയുകയുണ്ടായി. അന്ന് രാത്രിയിൽ കൃപയാൽ മാവിയുടെ ശാരീരിക സ്ഥിതി വളരെ കഠിനമായതുകൊണ്ട് ഞങ്ങളും അന്ന് രാത്രി അവിടെയായിരുന്നു. അങ്ങനെ രാത്രി ഒരു 12 മണി മുതൽ 2 മണി വരെയും ആത്മാർത്ഥതയോടെ എനിക്കും അമ്മച്ചി പറഞ്ഞ അതേ വാക്കോർത്തിട്ട് മാവിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ 2 മണി വരെയും സ്തോത്രം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. കരുണയുള്ള ദൈവം തൻ്റെ ജീവിതത്തിലെ കുറവുകൾ, ബലഹീനതകളെല്ലാം ദൈവം ക്ഷമിച്ച് എൻ്റെ കർത്താവ് തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെ ചിന്തിക്കുമ്പോൾ ഒരു ദിവസം കൂടെ മുമ്പോട്ട് പോയാൽ വളരെ കഷ്ടത്തിലായിരിക്കും. അവിടെയുള്ള കർത്താവിൻ്റെ ശുശ്രൂഷകർ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം ചെയ്യുന്ന ശുശ്രൂഷകൾ കണ്ടിട്ട് ഒരു രക്തബന്ധങ്ങൾക്ക് ഇത്രയേറെ ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ തൻ്റെ ശുശ്രൂഷകർ അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത് കാണുവാൻ, അതിനുശേഷം മരണ ദിവസം ഇന്നലെ രാത്രി ഏകദേശം ഇന്ന് വെളുപ്പിലെ 5 മണി വരെയും ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി ദൈവത്തിൽ സന്തോഷിപ്പാൻ ഈ 2 ദിവസവും കർത്താവിനോട് കൂടെ ആയിരിക്കാൻ തക്കോണം ഏഴാകുന്ന അടിയന് കൃപ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യം വരെയും നടത്തുവാൻ ശക്തനായൊരു യഹോവയെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ പറയുവാൻ ദൈവമിടയാക്കി. ദൈവം നൽകിയ എല്ലാവിധ ഈ ദൈവികമായ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ ദൈവം നൽകിയ എല്ലാ നല്ല അനുഭവങ്ങൾക്കായും ഞാൻ എൻ്റെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധന്മാർ ദൈവമക്കൾ കാണിച്ചു തന്ന മാതൃകളെ പിൻപറ്റിക്കൊണ്ട് അടിയങ്ങൾ മുൻപോട്ട് ജീവിപ്പാൻ തക്കോണം ദൈവം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യേണ്ടതിന് കർത്താവിൻ്റെ ശുശ്രൂഷകളുടെയും ദൈവമക്കളുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് നല്ല പോർപ്പൊരുതിയോർ ഓട്ടമോടി തികച്ചോർ നീതിയിൻ കിരീടം ചൂടുമ്പോൾ, നല്ല പോർപ്പൊരുതിയോർ ഓട്ടമോടി തികച്ചോർ നീതിയിൻ കിരീടം ചൂടുമ്പോൾ, വിശ്വാസത്തിൽ കാത്തു ഞാനും നൽവിരുതു പ്രാപിച്ചിടും ശുദ്ധരോടൊത്ത്, വിശ്വാസത്തെ കാത്തു ഞാനും നൽവിരുതു പ്രാപിച്ചിടും ശുദ്ധരോടൊത്ത്, നിൻമുഖം എത്രയോ ശോഭയായി കാണും നിൻ മുൻപിലായി യേശുവേ, നിൻമുഖം എത്രയോ ശോഭയായി കാണും നിൻ മുൻപിലായി യേശുവേ, നിൻമുഖത്തു തന്നെ നോക്കി ഓട്ടമോടി ഞാൻ നിത്യതയിൽ ചേർന്നിടുമല്ലോ, നിൻമുഖത്തു തന്നെ നോക്കി ഓട്ടമോടി ഞാൻ നിത്യതയിൽ ചേർന്നിടുമല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. വിശുദ്ധന്മാരുടെ മുമ്പിലും ദൈവമക്കളുടെ മുമ്പിലും അമ്മച്ചിയെ പറ്റി 2 വാക്ക് പറയുവാൻ കർത്താവ് തന്ന അവസരത്തെ ഒത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര പെട്ടെന്ന് അമ്മച്ചിയെ പറ്റി സാക്ഷ്യം പറയും എന്ന് വിചാരിച്ചതല്ല. എന്നാലും ദൈവം തൻ്റെ വേലയെ തികച്ച് അമ്മച്ചിയെ കർത്താവിൻ്റെ സന്ധി ചേർത്ത് ഒത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഞങ്ങളുടെ കുടുംബത്തിൽ മൂത്തവരെക്കാട്ടിലും അമ്മച്ചി കൂടുതലിഷ്ടം അവിടുത്തെ കൊച്ചുമക്കളോടാണ്. കാരണം ഏതെങ്കിലും യോഗത്തിൽ, മാസയോഗത്തിലോ കൺവെൻഷനിലോ അങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ അമ്മച്ചി എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കരുതും. അതിപ്പോൾ ചെറിയൊരു മുട്ടായി ആയിരിക്കും, എന്നാലും അത് ഞങ്ങൾക്ക് വേണ്ടി കരുതി അത് ഞങ്ങൾക്ക് തരികയും ചെയ്യും. അമ്മച്ചിയുടെ സ്നേഹമെല്ലാം അനുഭവിക്കാനെല്ലാം കർത്താവ് ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമം, പ്രയാസം എന്തെങ്കിലും വന്നാലും അവരുടെ വിഷമമെല്ലാം അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏതെങ്കിലും വിധേനെ അവർക്ക് അവരുടെ ആവശ്യം എല്ലാം നിറവേറ്റുവാനും എല്ലാം അമ്മച്ചി വളരെ താല്പര്യത്തോടായിരുന്നു. ഇങ്ങനെ പാവപ്പെട്ടവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യത്തോടും എല്ലാം പെരുമാറുന്ന ഒരു അനുഭവം എല്ലാം കാണുവാനും എല്ലാം കർത്താവ് അറിയുന്ന ഭാഗ്യം തന്നു. അമ്മച്ചി എത്ര ഭാഗ്യമേറിയതെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം പല ശുശ്രൂഷകരും ദൈവമക്കളും എല്ലാം രോഗത്തിൻ്റെ വേലയിലെല്ലാം കിടക്കയിലായിരുന്നു കഷ്ടം അനുഭവിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അമ്മച്ചിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതെ വണ്ണം കർത്താവ് തൻ്റെ സന്നിധി ചേർത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മച്ചി കാട്ടി തന്ന മാതൃകയിൽ അമ്മച്ചിയുടെ വിശ്വാസപ്രകാരം ദൈവപൈതലായി വളർന്ന് കർത്താവിൻ്റെ വരവിൽ കാണപ്പെടുവാൻ എല്ലാവരെയും പ്രാർത്ഥിച്ചു. പ്രൈസലോ, കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മദർ എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. ഞാൻ ആ ഭവനത്തിൽ മരുമനായി കടന്നു ചെല്ലുമ്പോൾ ഈ മദറിന് 10 വയസ്സ് പ്രായമാണ്. ഞാൻ അതിനുശേഷം ജോലിയോടുള്ള ബന്ധത്തിൽ ഗൾഫിൽ ചില വർഷങ്ങളായിരുന്ന സമയത്ത് ചില വർഷങ്ങൾ ഇവൾ എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടായി എന്നോട് ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു. ആ സമയത്ത് അവിടെ തന്നെ പഠിക്കുകയും 9ാം ക്ലാസ് വരെ പഠിപ്പാൻ സഹായിച്ചു. അതിനുശേഷം മാതാപിതാക്കളോടുകൂടി അവരുടെ ഭവനത്തിലായിരിക്കാൻ ഇടയായി. എന്നാൽ ചെറുപ്രായം മുതൽ തന്നെ അവളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താഴ്മയുള്ളവൾ, വിനയമുള്ളവൾ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവൾ, മാനിക്കുന്നവളായിരുന്നു. അന്നേ ഒരു ദൈവസ്നേഹം അവളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുമായിരുന്നു. എങ്കിലും ജ്യേഷ്ഠത്തി എന്നുള്ള ഒരു ഇതിൽ അവളെ ജ്യേഷ്ഠത്തി എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കണ്ടാലും അവളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും നല്ലപോലെ വിച്ചുകയും ചെയ്യുമായിരുന്നു. ഇത് കാണുന്നത് എനിക്ക് വളരെ സങ്കടമായിരുന്നു. അതിനുള്ള അർഹത അവൾക്കില്ല, അതിനാവശ്യമില്ല. എങ്കിലും അവൾ നല്ല ശിക്ഷണത്തിൽ അവളെ വളർത്തി നല്ലൊരു ട്രെയിനിങ് അവിടെ നിന്ന് ആ ചില വർഷങ്ങൾ കൊണ്ട് അവൾക്ക് ലഭിക്കുന്നതിനിടയായി. അന്ന് ഞങ്ങൾക്കറിയാം വേലയിൽ ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങുവാൻ താല്പര്യമുള്ളവളാണെന്ന്. അവൾ അത് തന്നെ ചെറുപ്രായത്തിൽ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നാട്ടിൽ കടന്നു വന്ന് അവിടെ ഭവനത്തിൽ കടന്നു വന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജ്യേഷ്ഠ എന്നാണ് എന്നെ വിളിക്കുന്നത്, ജ്യേഷ്ഠ ഞാൻ ദൈവവേലയ്ക്കായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, എനിക്ക് സന്തോഷമാണ്, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇറങ്ങുകയാണെങ്കിൽ ആദ്യ തീരുമാനത്തിലും പരീക്ഷയോ അന്ത്യത്തോളം നിലനിൽപ്പാൻ സാധിക്കണം, അല്ലായിരുന്നെങ്കിൽ ഇറങ്ങരുത്. ശരിയായി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിളി കേട്ടതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. ശരി ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ അഭിമാനത്തോടു കൂടി പറയട്ടെ, അവളുടെ 20ാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ വിശ്വന്മാരുടെ കൂടെ വിശ്വാസഭവനത്തിൽ കടന്നു വന്നു. ആ സമയം മുതൽ ഈ 38 വർഷത്തോളം, അതായത് അവൾക്കിപ്പോൾ 58 വയസ്സ് കഴിഞ്ഞു.
ആ പ്രായം വരെയും അവൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിപ്പാൻ, കരുതേണ്ടവരെ കരുതുവാൻ ഒരു കരുതലിൻ്റെ ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. അവൾ നല്ലപോലെ മറ്റുള്ളവരെ കരുതുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അവർ വിശുദ്ധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ പറയും വിശുദ്ധന്മാരെ മാനിക്കുന്ന കാര്യവും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്ന കാര്യവും വിശുദ്ധന്മാർ വേലക്കാർ, അപ്പച്ചൻ, അമ്മച്ചി, ഇത് തന്നെ അവിടെ വായിന്ന് വരുള്ളൂ. ഞങ്ങൾക്ക് ഭാരമോ പ്രയാസമോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞങ്ങൾ അവളെയാണ് വിളിക്കുന്നത്. അവളെ വിളിച്ചിട്ട് അവളോട് പറയും അവളെ എന്നെ പോലെ ഇരിക്കുന്നു, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം. കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങളോട് ചേർന്നൊന്നും പറയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം എല്ലാത്തിനും വിടുതൽ തരും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. എന്നാലിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിപ്പാനൊരു മദറുണ്ടായിരുന്നു. എനിക്ക് അവളുടെ പേര് അവളെന്ന് എപ്പോഴും ആയി വരുന്നു, പക്ഷേ അതിനെ യോഗ്യത ഉള്ളവനല്ല ഞാൻ. അവൾ എന്നെക്കാളും വളരെയധികം ശ്രേഷ്ഠതയേറിയവളാണ്. അവൾ മദർ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിപ്പാൻ ഒരാളുണ്ടായിരുന്നു. അത് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിൽ ഭാരമുണ്ടെങ്കിലും അഭിമാനിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ 2 പേരാണ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനുള്ളത്. ഒന്ന് ഈ ലീലാമ്മ മദർ, അവൾ കടന്നുപോയി. ഇനി ഒന്ന് എനിക്കുള്ളത് എൻ്റെ ഇളയ സഹോദരിയുടെ മകൾ കരിങ്ങാട്ടിൽ ബേബി മദർ. അവളിപ്പോൾ കൊല്ലടവിൽ ശുശ്രൂഷ ചെയ്യുന്നു, മദറായി ശുശ്രൂഷ ചെയ്യുന്നു. അവൾ ഇതുപോലെ ഞങ്ങൾക്കിപ്പോൾ ഭാരമോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ അവളെയാണ് ഇപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത്. അതിന് ശേഷമേ ഇവരെ വിളിച്ചു പറഞ്ഞതിന് ശേഷമേ ഞങ്ങളുടെ നടത്തിപ്പാരോട് പറയാറ് പതിവുള്ളൂ. അവർ ഞങ്ങൾക്ക് വേണ്ടതായ ഉപദേശവും ആശ്വാസവും തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെയും അനുശോചന ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളും ഇവരുടെ വിശ്വാസത്തെ അനുകരിച്ച് നല്ല പോർപ്പൊരുത് ഞങ്ങളും ഇതേ രീതിയിൽ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുള്ളവർ കിടിയനും പ്രായിപ്പാൻ ഞങ്ങൾക്കും ദൈവം സഹായിക്കണം. അതിനായി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി എളിസാക്ഷി വരുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് മദറിനെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ ദൈവം തന്ന സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പപ്പയുടെ സഹോദരിയാണ് ലീലാമ്മ മദർ. എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനോ എടുക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ ലീലാമ്മ മദറുമായിട്ട് സംസാരിപ്പാനും തുറന്ന് സംസാരിപ്പാനും എടുക്കാനും എല്ലാം ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഇത്രയും അനുഗ്രഹങ്ങളിലെ ഇപ്പം ഏതാണ്ട് എനിക്കറിയാവുന്നത് അപ്പച്ചന് ഏതാണ്ട് 9 മക്കളാണ്. എന്നാൽ ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമോ അതൊന്നുമില്ല. എങ്കിലും ലീലാമ്മ മദർ ഈ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷമാണ് ദൈവം ഞങ്ങളെ എല്ലാം അനുഗ്രഹിച്ചത്. എല്ലാവരും ആർക്കും ഒരു നന്മയ്ക്കും കുറവില്ലാതെ ഞങ്ങളെല്ലാം ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ചു. ഒരു ദിവസം അപ്പച്ചനെ കാണാൻ വേണ്ടി മാവി ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൈയും വീശിയല്ല അപ്പച്ചനെ കാണാൻ വരേണ്ടത്, എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണം. എനിക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുവാൻ കഴിയാത്തത് കൊണ്ടല്ല, ഞാനത് മേടിച്ചുകൊണ്ട് വന്ന് അപ്പച്ചന് കൊടുത്താൽ നിങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹം എല്ലാം നഷ്ടമാവും. ദൈവം എന്നെ ഏൽപ്പിച്ചേക്കുന്നത് നിങ്ങൾക്ക് തരുവാനല്ല, എനിക്ക് അനേകം ദൈവമക്കളെ തന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഇടിൽ നിൽപ്പാനുമാണ് എന്നെ ഏൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ അവസാനം വരെ ആയിരിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് ജോലിയെല്ലാം കഴിഞ്ഞതിന് വന്നതിന് ശേഷം വീട്ടിൽ ഭവനത്തിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് എന്തൊക്കെയോ എടുത്തു. ഞാൻ ചോദിച്ചു, ഇതെല്ലാം എന്തോതിന് എടുത്തുകൊണ്ട് പോവുക? നീ ഗൾഫിൽ നിന്ന് വന്നതാണ്, ഇനി നിനക്ക് അനുഗ്രഹം വേണമെങ്കിൽ എന്തെങ്കിലും ഫെയ്ത്തോമിലൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, എനിക്കും കൂടെ തന്നെങ്കിലേ എൻ്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നാൽ എടുത്തുകൊണ്ട് പോകും. എന്നാൽ എനിക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി. സുഖമില്ലാതെ പലപ്പോൾ ഒരുപാട് നാളൊന്നുമായില്ല. ഇവിടെ കഴിഞ്ഞ മാസത്തിന് വന്നപ്പോൾ കൊല്ലത്തുനിന്ന് മൂപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിജു ബ്രദറെ, മദറിന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ വരണമെന്ന് ചോദിച്ചപ്പോൾ മദർ എൻ്റെ അടുത്ത് പറഞ്ഞു, വരണ്ട, ആരും അങ്ങോട്ട് വരണ്ട, ഞാൻ മാസത്തിന് വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ കാലിൻ്റെ പൊത്തയ്ക്ക് ചെറിയ നീരുണ്ട്. കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല, സുഖമായിട്ട് ആരും ഇനി കൊല്ലത്തോട്ട് വരരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്തോ അങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് ഫെയ്ത്തോമിൽ വന്നുകൂടായോ? എന്നെ കാണാൻ വേണ്ടി വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച രാവിലെ ഞാൻ അവിടുത്തെ അപ്പച്ചനെ ഞാൻ ചിലപ്പോഴൊക്കെ വിളിക്കും. അന്നേരം അപ്പച്ചനോട് ചോദിച്ചവൻ പറഞ്ഞു, ലീലാ മദറിന് നീരിച്ചിരി മേപ്പോട്ട് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മദറിൻ്റെ കൊടുത്തപ്പോൾ ചോദിച്ചു, വരണോ?
എന്നാൽ നിങ്ങളൊക്കെ വാ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാം, എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം വ്യാഴാഴ്ച പോയി കണ്ട് ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കാലയിലൊക്കെ നീരായിട്ടുണ്ട്, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് ദൈവസന്നിധി ചേരാൻ നോക്കണം, ആർക്കും ജോലിപ്പാടൊന്നും ഉണ്ടാക്കാം. ഇല്ലടാ, 3 ദിവസത്തിൽ കൂടുതൽ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 3 ദിവസം? ദൈവം എനിക്ക് തന്നേക്കുന്ന സമയം 3 ദിവസം. ഞാൻ പറഞ്ഞു, അതൊക്കെ വെറുതെയാണ്, എത്രയോ പേരങ്ങനെ പറയുന്നുണ്ട്. അല്ല, 3 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച 5 മണിയായപ്പോൾ അവിടുത്തെ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മദറിന് ഇച്ചിരി കൂടുതലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, വരണോ? വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ആ അവസ്ഥയിൽ കിടക്കുകയാണ്. ഞങ്ങൾ പലരും പറഞ്ഞു ഇന്ന് പോവും. അല്ല, ഞാൻ പറഞ്ഞു, മദർ 3 ദിവസമാണ് പറഞ്ഞേക്കുന്നത്, നാളെ പോകത്തുള്ളൂ. ആ കറക്റ്റ് സമയത്ത് തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇങ്ങനെ സമയം പറഞ്ഞ് കടന്നു പോകുന്ന ഒരവസ്ഥ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ മദറിൻ്റെ സംസാര സംബന്ധിപ്പാൻ എല്ലാം കർത്താവിനെ സഹായിച്ചു. മദറിനെ നോക്കിയ അവിടെ കൂട്ടുവേലക്കാരെല്ലാം നല്ലവണ്ണം നോക്കി മദറിന് ആവശ്യമായതെല്ലാം നൽകി കൊടുത്തു. അവിടുത്തെ അപ്പച്ചന് ഞാൻ ചോദിച്ചു, അപ്പച്ചനെ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല, അപ്പച്ചൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എപ്പോഴും റൂമിൽ വന്ന് കസേരയിട്ട് മണിക്കൂറുകൾ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ സെൻട്രൽ അപ്പച്ചനും വ്യാഴാഴ്ച വൈകിട്ട് വന്ന് വയ്യാങ്കിലും വന്ന് മാവിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എടുപ്പാനും എല്ലാം സഹായിച്ചു. ഇത്ര വലിയൊരു വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ദൈവം ഞങ്ങൾക്ക് തന്നതിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം കൊല്ലത്ത് വിശ്വാസികളും മാവിയെ ശുശ്രൂഷിപ്പാനും എടുപ്പാനും എല്ലാം അവർ ഉത്സാഹിയായിരുന്നു. ഏതാണ്ട് 3 പ്രാവശ്യമാണ് കൊല്ലത്തിരുന്നത്. അവസാനം മദറായിട്ട് പ്രമോഷനായി പോയതും രാജേന്ദ്രൻ അപ്പച്ചൻ അവിടെ ഇരുന്നപ്പോഴാണ് പ്രമോഷനായിട്ട് കൊല്ലത്തുനിന്ന് മാറിപ്പോയത്. മാറി എവിടെയൊക്കെയാണ് മാറിയത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. തിരിച്ചു മദറായിട്ട് തന്നെ അവിടെ ചെന്ന് അവിടുന്ന് നല്ലൊരു അവസാനം പ്രാപിപ്പാനും ദൈവം സഹായിച്ചു. ഈ നല്ല കൂട്ടായ്മയിൽ ഞങ്ങളെയും ദൈവം കൊണ്ടുവന്നതിനായി സ്തോത്രം. വിശുദ്ധന്മാരുമായിട്ട് ചേർന്ന് അവർ പറയുന്നതിനെ അനുസരിച്ച് താഴ്മയോടെ ദൈവഭയത്തോടെ ജീവിച്ച് ഞങ്ങൾക്കും നല്ലൊരു അന്തം പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷി നേരുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ലീലാമ ജോർജ് മദറിൻ്റെ വേർപാടിൻ്റെ ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും ദൈവസഭയോട് ചേർന്ന് ആ ദുഃഖത്തിൽ പങ്കുചേരുകയും അതിലുപരി സ്വർഗീയ പ്രത്യാശയിൽ ആയിരിക്കുന്ന അനുഭവങ്ങളെ പങ്കിടുവാനും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അവസരമൊരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ ആ കാലഘട്ടത്തിലെ കടമനാട് ലീലമാമയെ നന്നായി ഞങ്ങൾക്കറിയാം. ഞാനും ആ കാലയളവിനടുത്തോട് തന്നെ ദൈവവേലയ്ക്കായി കൊട്ടാരക്കരയിൽ വരുമ്പോൾ ലീലമാമ അന്ന് പാസ്റ്റേഴ്സ് മിഷനിൽ സഹായിയാണ്. ദീർഘവർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാനും ഏകദേശം 10-12 വർഷം ലോക്കൽ സഭയിലെ ശുശ്രൂഷകനായാലും മാർക്കറ്റിംഗ് ഡ്യൂട്ടി എനിക്കായതിനാൽ എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ച് മോഹത്തല രാഘലമ്മച്ചിയുടെ നിർദ്ദേശപ്രകാരം പട്ടാഴി പൊന്നമ്മാമ എൻ്റെ പൈസ തരും. രാജു പോയി ഇന്ന അമ്മച്ചി 200 വന്നാൽ 2000 രൂപ എടുത്ത് തരും പൊന്നമ്മാമ. എങ്കിലും പാസ്റ്റേഴ്സ് കുശിനിൽ നിന്ന് ലീലാമ്മ സിസ്റ്റർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുകയും വളരെ സ്നേഹത്തോടും സമാധാനത്തോടും പ്രാർത്ഥനാനുഭവങ്ങളോടുകൂടെ ആ കാലഘട്ടത്തിലായിരുന്നു. ഇന്നേക്ക് 25 വർഷത്തിന് മുമ്പ് തെമ്മലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ 2000 എൻ്റെ കൂടെ കൂട്ടുവേല ചെയ്യുവാനും 1 വർഷത്തോളം അവിടെ ആയിരിക്കാനും ഒക്കെ ഉള്ള നല്ല ഓർമ്മകളെ ഞാൻ സ്മരിക്കുകയാകുന്നു ചെയ്യുന്നത്. ഈ പറഞ്ഞതിൻ്റെ സാരം നേരത്തെ അവർ സ്വന്തത്തിൽപ്പെട്ട അച്ഛൻ തന്നെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി, ഉയരം സകല വിശുദ്ധന്മാരുമായി ഗ്രഹിപ്പാൻ ഒരു വചനം ലേഖനത്തിലുണ്ടല്ലോ. അപ്രകാരം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരമൊക്കെ ഈ കർത്തദാസിയുടെ ബന്ധത്തിലും എനിക്ക് മനസ്സിലാക്കുവാൻ മാറിയതിന് ശേഷം ചില സാങ്കേതിക തടസ്സങ്ങളാൽ മാറേണ്ടതായി വന്നുവെങ്കിലും സ്വതന്ത്രമായൊരു സുവിശേഷ സംഘത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. ആ സമയം മുതൽ ഇന്നുവരെയും വിശ്വാസി വരുന്നവരൊക്കെയും ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലാണ് ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എന്നെ കാണുമ്പോൾ ക്ഷേമാന്വേഷണങ്ങൾ അറിയുകയും സംസാരിക്കുകയും ചെയ്യും. അവസാനമായി ചാത്തന്നൂർ വിക്ടർ പാസ്റ്റർ മരിച്ചപ്പോഴാണ് കണ്ടത്. ഇന്നലെ ഞെട്ടലോടുകൂടിയാണ് ഫേസ്ബുക്ക് പേജിൽ നിന്ന് മരണവാർത്ത അറിഞ്ഞത്. കടന്നു വരുവാനായിട്ട് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. പൊതുവിൽ ശുശ്രൂഷയ്ക്ക് ചില ദൂരം പോകേണ്ടതായി വരുമെങ്കിലും അടുത്തൊരു സഭയെ കൂട്ടായ്മയൊക്കെ കൂടിയിട്ട് ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിപ്പാനായിട്ട് എനിക്ക് മകൾക്കും കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കി. പ്രിയ കർത്തദാസിയിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അതിൻ്റെ
പൂർണ്ണതയിൽ കർത്താവ് എത്തിച്ചു. അവസാന ദിവസങ്ങളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് നമ്മുടെ പിതാക്കന്മാരുടെ കാലം തൊട്ടേ അങ്ങനെയൊക്കെ ഉണ്ട്. കൃത്യമായ ദിവസങ്ങളൊക്കെയും പറയും. പ്രിയ ലീലമാമി ആ അനുഭവത്തിൽ തന്നെ ദിവസം പറഞ്ഞ് തൻ്റെ അവകാശത്തിലേക്ക് പ്രാപിപ്പാനുള്ള ആ ഒരുക്കത്തോടെ ആയിരിക്കാനും കൊല്ലത്ത് വെച്ച് തന്നെ നല്ലൊരു അവസാനം പ്രാപിപ്പാനിടയായി. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഒരുപാട് തിരക്കിൻ്റെ മധ്യത്തിലാണ് എല്ലാവരും ആയിരിക്കുന്നതെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നിവർത്തിപ്പാനിടയായി. ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് ദൈവം വഴി നടത്തിയതിന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്നതായ പ്രോമിസ് ഓഫ് ഗോഡ് ഇന്ത്യയുടെ സുവിശേഷ സംഘത്തിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളെല്ലാവരുടെയും ദുഃഖവും സ്വർഗീയ പ്രത്യാശയും അറിയിക്കുന്നു. ഇങ്ങനെ സ്വർഗീയ സാവകാശം ഒരുക്കിയ എല്ലാ സാഹചര്യങ്ങൾക്കും ഞാനിതിലായിരുന്ന ഒരാളാണെങ്കിലും എൻ്റെ കീഴ്വഴക്കങ്ങളൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ട് എൻ്റെ സ്നേഹിതനായ കൊച്ചുഭാഷയോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഇത്രയും സാവകാശം ഉപയോഗിച്ചത്. ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദൈവനാമത്തിനകത്ത് ഉണ്ടായിരിക്കട്ടെ. ലീലാമദറിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറവാൻ കൊണ്ടും കർത്താവ് എനിക്കും ഒരുക്കി തന്ന സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഞാൻ മദറിനെ കുറിച്ച് സാക്ഷ്യം പറയാതെ പോയാൽ അത് പലപ്പോഴും പിന്നെ എനിക്കത് ദുഃഖത്തിന് കാരണമായി തീരും. കാരണം പ്രിയ മദറെ അടുത്തിലെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് ഏകദേശം 2 വർഷത്തോളം അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയും ഞങ്ങൾക്കെല്ലാം നല്ലൊരു മാതാവായി തന്നെ ആയിരിക്കാനും എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച്, ഞങ്ങൾ വളരെ ചുരുക്കം ഭവനക്കാർ മാത്രമേ ഉള്ളൂ എങ്കിലും എല്ലാവരെയും ഒരുപോലെ കരുതി സ്നേഹിച്ച് ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു മാതാവായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഫെയ്ത്ത് ഹോമിന് സമീപത്ത് താമസിക്കുന്നതിനാൽ എന്താവശ്യമുണ്ടെങ്കിലും ഓടി ഫെയ്ത്ത് ഹോമിൽ ചെല്ലുകയും അമ്മച്ചിയോട് പറയുകയും ഒക്കെയും ചെയ്യും. അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും ഞങ്ങളുടെ ദൈവമക്കളുടെ ഓരോ ഭവനത്തിൻ്റെയും കാര്യങ്ങൾക്കും വളരെ ഉത്തരവാദിത്തത്തോടെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഒരു അമ്മച്ചിയായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷമായാലും ഞാൻ അവിടെ നിന്ന് മാറി മറ്റ് സ്ഥലത്തെ പല ഇടങ്ങളിലും ഞങ്ങൾ കൺവെൻഷൻ ആയാലും മീറ്റിങ്ങിനായാലും ഒക്കെയും ചെല്ലുമ്പോഴും എല്ലാ വിശ്വാസികളുടെ വിവരങ്ങളും ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ വിവരങ്ങളും ഒക്കെയും അന്വേഷിക്കുകയും അത്രത്തോളം കരുതുന്നതായ പ്രിയപ്പെട്ട ഒരു മാതാവായിരുന്നു. പ്രിയപ്പെട്ട മാതാവിൻ്റെ ദുഃഖം ഞങ്ങൾ സഭയായി ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നെങ്കിലും ദൈവസന്നിധിയിൽ വളരെ ശ്രേഷ്ഠമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിന് മുൻകരുതിയിരിക്കുന്നതിന് മുന്നമേ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഓട്ടം ശ്രദ്ധയോടെ ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ്റെ കൊണ്ണം എല്ലാ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വീഴ്ച സാക്ഷ്യം. Praise the Lord. I praise and glorify my God for giving this wonderful opportunity to stand in the midst of you all and speak a few words about Lilamavi Ammachi. Whenever we used to visit Lilamavi Ammachi during fasting prayer and conventions, she always used to smile at us and also mostly give us strict rules about following a separate life with Jesus. And also she used to Ammachi used to smile at us all the times. And Ammachi never left us with bare hands. There used to be always with Ammachi that used to give to us for which I praise and thank my God. And Ammachi always, she was always happy. And also whenever Ammachi used to get sick or fever, and she always used to pray for, Ammachi always used to pray for other families more than her. For which I praise and thank my God. And I thank God for all the blessings which God has gave to Lilamavi Ammachi. God gave Ammachi the needed grace and strength to finish God's ministry and to be in God's soon coming. Requesting all of your prayers. Praise Lord. ദൈവത്തിന് സ്തോത്രം. മണ്ണാകും എൻ ദേഹം വേടിഞ്ഞു ഞാനും എന്നങ്ങു ചേർന്നിടും മൽപ്രിയനേ. മണ്ണാകും എൻ ദേഹം വേടിഞ്ഞു ഞാനും എന്നങ്ങു ചേർന്നിടും മൽപ്രിയനേ.
ആ ദിവ്യനാളിനായി മന്നീതിൽ ഞാരങ്ങുന്നേ, അതിവേഗം വന്നിടണേ. ആ ദിവ്യനാളിനായി മന്നീതിൽ ഞാരങ്ങുന്നേ, അതിവേഗം വന്നിടണേ. പരദേശിയൻ യാത്ര എന്നു തീർന്നു ഞാൻ, പരനെ നിന്നോടെന്നു ചേർന്നിടുമോ. പരദേശിയൻ യാത്ര എന്നു തീർന്നു ഞാൻ, പരനെ നിന്നോടെന്നു ചേർന്നിടുമോ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീടവാങ്ങൽ ശുശ്രൂഷയ്ക്ക് ഒരു സാക്ഷി പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ മദറിനെ പറ്റി ഒരു 2 വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തമ്മിൽ രക്തബന്ധം ഒന്നുമില്ല. എന്നാൽ എൻ്റെ അനുജൻ്റെ ജ്യേഷ്ഠത്തിയാണ് നമ്മെ വിട്ട് ദൈവസ്ഥനിൽ ചേർക്കപ്പെട്ട പ്രിയ ലീലാമ്മ മദർ. പരിചയപ്പെട്ട നാൾ മുതൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഫോണിൽ കൂടി സംസാരിക്കുവാനിടയായി. അതുവരെയും തൻ്റെ ജീവിതത്തിലെ പല നല്ല ഗുണങ്ങളെപ്പറ്റി എനിക്കും കാണുവാൻ കേൾക്കുവാനൊക്കെയും എൻ്റെ കുടുംബത്തിൽ എനിക്ക് സഹായിച്ചു. എൻ്റെ അനുജനേക്കാൾ അവരുടെ കുടുംബത്തെക്കാൾ എന്നെ എൻ്റെ കുടുംബത്തെയും അധികം സ്നേഹിക്കുന്നു എന്ന് പലപ്പോഴും പറയുവാൻ ഇടയായിട്ടുണ്ട്. എറണാകുളം കൺവെൻഷന് വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് അറിയിക്കും, കണ്ടിട്ട് മടങ്ങിപ്പോരുകയുള്ളൂ. എവിടെ വെച്ച് കണ്ടാലും എന്തെങ്കിലും അവർക്കൊന്ന് കൊടുക്കുവാനുള്ളതായ മനസ്സ് പ്രിയ മദറിനുണ്ടായിരുന്നു. ഒരു മുട്ടായെങ്കിൽ മുട്ടായി, ഒരു ചെറിയ ടവലെങ്കിൽ ടവൽ, ഒരു മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മനസ്സ്, ഒരു തുറന്ന മനസ്സ്. അതേപോലെ നമ്മളെ കണ്ടാൽ ആ സ്നേഹം, വാത്സല്യം അത് പ്രകടിപ്പിക്കുവാനും നമ്മളോട് അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ പറയുവാനും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളത് ആ വാക്കുകൾ എന്നെയും പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വിളിച്ചപ്പോഴും ഒരുപാട് വിശ്വാസത്തിൻ്റെ വാക്കുകളും സ്നേഹത്തിൻ്റെ വാക്കുകളൊക്കെയും പറയുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ വരണം, എനിക്ക് വേണ്ടി സാക്ഷ്യം പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ വരണമെന്ന് പറഞ്ഞു. ഏതായാലും തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കുന്നു. അവരുടെ നിലവിളി കേട്ട് അവർക്ക് ഉത്തരമരുളുന്നു. ആയതുപോലെ പ്രിയ മദറിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തിയായി ദൈവത്തോട് ചേർന്നിരിപ്പാനും ദൈവം കൊടുത്ത താലന്തുകൾ വ്യാപാരം ചെയ്ത് അനേക ദൈവമക്കൾക്ക് വേണ്ടി ഇടവിൽ നിൽപ്പാനും പ്രാർത്ഥിപ്പാനും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും ഇടയാക്കി തീർന്നു. അവസാന നിമിഷത്തെ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥനയുടെ വീഡിയോ എനിക്ക് കിട്ടി. അതിൽ അവസാനം ആമീൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞ വിഷയം, കഷ്ടതയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത രാജ്യത്തിലേക്ക് എന്നെ ചേർക്കണമേ. ആർക്കും ഒരു ഭാരമായി തീരാതെ വണ്ണം എന്നെ അവിടുത്തെ സന്നിധിയിൽ എത്രയും വേഗം ചേർക്കണമേ. അതെൻ്റെ മനസ്സിൽ എന്നെ വല്ലാതെ തൊടുവാനിടയായി തീർന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹവും അവരുടെ നിലവിളിക്കും ദൈവം ചെവി കൊടുത്ത് ദൈവം അത് നിവർത്തിപ്പാനും ദൈവം സഹായിച്ചു. ഇങ്ങനെയുള്ളവരുടെ ആ ജീവിതപാതയെ കണ്ട് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ പാതയെ പിന്തുടരുവാൻ ദൈവമക്കൾ എല്ലാവർക്കും സഹായിക്കട്ടെ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവർ ഒരുവൻ. ആ വിരുദ് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഓടുന്നു. വഴിയിൽ വെച്ച് ക്ഷീണിച്ച് തളർന്ന് വീണു പോകാതെ നിത്യതയിൽ ചെന്നെത്തും വരെയും കർത്താവിൻ്റെ കൃപയിൽ കാക്കപ്പെടുവാൻ
എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവമക്കളെയും കർത്തൃ ശുശ്രൂഷരെ, നമുക്ക് ഈ ലോകത്തിൽ ദുഃഖമില്ല എങ്കിലും പ്രത്യാശയുണ്ട്. നഷ്ടത്തിൽ അല്ലെങ്കിൽ ജഡികമായൊരു വേർപാടിൽ ദുഃഖമുണ്ട് എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാം ലാഭമായിരിക്കാൽ ഞാനും എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തിക്കൊള്ളും. ദൈവനാമത്തെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രത്യേക അവസരത്തിൽ എനിക്കൊരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, മദറിൻ്റെ മൂന്നാമത്തെ ആങ്ങളുടെ മോനാണ് ഞാൻ. ചെറുപ്പം മുതലേ ഞങ്ങളോട് വളരെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോട്ടയത്തായിരുന്നു. ആ സമയത്തൊക്കെയും സുഖമില്ലാതെ വളരെ കഷ്ടത്തിലൂടെ കടന്നുപോയി. ചെന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് സാധിച്ചില്ല. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്നു, സീരിയസ് ആണ്. അപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വൈകുമ്പോഴത്തേക്ക് പോകാൻ. ഞാൻ ലീവ് ചോദിച്ചപ്പോൾ എന്നോട് വൈകിട്ട് പോകാൻ പറഞ്ഞു. പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ 5 നിമിഷത്തിനകത്ത് കോൾ വന്നു, മുതൽ അമ്മച്ചി ഈ ലോകത്ത് നിന്ന് കടന്നു പോയെന്ന്. അങ്ങനെ തന്നെ ഞാൻ പെട്ടെന്ന് കടന്നു വന്നു. കാണുവാനൊക്കെ ദൈവം സഹായിച്ചു. വളരെ സ്നേഹവും ഞങ്ങൾ സഹോദരന്മാരുടെ മക്കൾ ഞങ്ങൾക്ക് കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവം കാണിച്ചു തന്ന മാതൃകയെ പിൻപറ്റി നല്ല വ്യവസായം പ്രാപിപ്പാൻ എവിടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ വിട്ട് കർത്തൃസന്നിധി ചേർക്കപ്പെട്ട പ്രിയ ലീലാമദറിനെ പറ്റി 2 വാക്ക് പറയാൻ ദൈവം എൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്നാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ലീലാമദർ എൻ്റെ കൊച്ചപ്പൻ്റെ ഇളയ സഹോദരിയാണ്. എന്നാൽ പ്രിയ മദറിനെ അടുത്തറിയുവാനും ഇടപെടാനൊക്കെ സാധിച്ചത് ചില വർഷങ്ങൾക്ക് മുൻപ് അമ്പലക്കരയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിലാകുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പ്രാവശ്യം അമ്പലക്കരയിലിരുന്നു. അവസാനം ഇരുന്ന സമയത്താണ് ഞങ്ങളുടെ അമ്പലക്കരയിലെ പുതിയ ആരാധനാ ഹാളിൻ്റെയൊക്കെ പണി നടക്കുന്ന സമയം. ഇപ്പോൾ ഓടനാടുത്തിരിക്കുന്ന സ്മിത്തച്ചാനായിരുന്നു അവിടെ ഇരുന്നത്. ആ സമയത്ത് ദിവസവും ശരാശരി ഒരു 15-20 പേര് പുറത്തുള്ള ജോലിക്കാരും വിശ്വാസികളൊക്കെയും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും പ്രിയ ലീലാമദർ വളരെ ഉത്സാഹവതിയായിരുന്നു. പലപ്പോഴും ശാരീരികമായ ബലഹീനാവസ്ഥയിലൊക്കെ ആയിരുന്നു തന്നെയും കർത്താവിൻ്റെ വേലയിൽ അതൊന്നും കണക്കാക്കാതെ വണ്ണം വളരെയധികം ഉത്സാഹത്തോടുകൂടെ താൻ ചെയ്ത ഞാൻ ഓർക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് മാറി ഒഴിവാറയ്ക്കലും കൊല്ലത്തൊക്കെ പോയെങ്കിലും എവിടെ വെച്ച് കണ്ടായിരുന്നാൽ തന്നെയും ആ പഴയ സ്നേഹത്തിന് ഒട്ടും കുറവില്ലാതെ വണ്ണം ഭവനത്തിലെ സ്നേഹാന്വേഷണമൊക്കെ അന്വേഷിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെയും അവസാനം എപ്പോഴെന്ന് അറിയുന്നില്ല, നല്ല പ്രിയാമ്മച്ചി നല്ല ഓട്ടം നോക്കി വിശ്വാസം കാത്ത് ജീവനുള്ള കിരീടം പ്രാപിച്ചതുപോലെ ഞാനും ഈ മരുഭൂമി യാത്രയിൽ മുന്നോട്ട് ഓടുന്നു. എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും നല്ലൊരു അവസാനം പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാ ദൈവങ്ങളുടെയും ശ്രേഷ്ഠ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷി തരുന്നു. ദൈവനാമത്തിന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തൻ്റെ ശുശ്രൂഷാകാലം പൂർത്തീകരിച്ച് നിത്യവിശ്രാമത്തിനായി കടന്നുപോയ പ്രിയ മദറിനെ കുറിച്ച് സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട സമയത്തിന് ഞാൻ ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് വിലങ്ങരയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് പ്രിയ മദറുമായി അടുത്ത് സഹകരിപ്പാനും ഇടപെടുവാനുമുള്ള അവസരം എനിക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നത്. വളരെ താഴ്മയും സൗമ്യതയുമുള്ള ഒരു പ്രിയ മാതാവായിരുന്നു. തൻ്റെ നിറഞ്ഞ പുഞ്ചിരി, അതാണ് ഞാനെപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്നത്. അവസാനമായി ഞാൻ വാളകം കൺവെൻഷൻ്റെ ഒരു രാത്രി മീറ്റിങ്ങിന് ശേഷം അമ്മച്ചി വാഹനത്തിൽ കയറാൻ വന്ന് ക്ഷീണം കൊണ്ട് കസ്റ്റഡിയിലിരിക്കുന്ന സമയത്താണ് ഞാൻ വൈഫുമായി അടുത്തിയൊന്ന് സംസാരിക്കുന്നത്. അപ്പോഴും ആ നിറഞ്ഞ പുഞ്ചിരിയും സ്നേഹവാത്സല്യമുള്ള ആ സംസാരവും കേൾക്കുവാനും ഒരു പ്രാവശ്യം കൂടെ സംസാരിപ്പാനുള്ള അവസരം ദൈവം എനിക്കും തന്നു. തന്നിലുള്ള ആ നല്ല മാതൃകളെ പിന്തുടരുവാൻ ഞാനും എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. വിലങ്ങരയിൽ ശുശ്രൂഷയായിരുന്നപ്പോൾ ഞങ്ങൾക്കും കുടുംബത്തിനും സഭയ്ക്ക് മൊത്തമായ ഒരു അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. തൻ്റെ ശാന്തതയും സൗമ്യതയും അടുത്ത് മനസ്സിലാക്കുവാൻ എനിക്കും ഇടയായിട്ടുണ്ട്. ഈ പ്രിയ മദറിൻ്റെയും ദൈവസഭയ്ക്ക് വേണ്ടി അല്ലെ അൽമൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദാനമായി തന്ന ദൈവത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷകൾ ഇത്രത്തോളം ദൈവം പാരമ്പര്യം നടത്തിയ അനുഗ്രഹപ്രദമാക്കി തീർത്ത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മദറിൻ്റെ നല്ല മാതൃകയെ പിന്തുടരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ശിശുക്കാർക്ക് പറയുകയാണെങ്കിൽ പറയാം. വിശുദ്ധരെല്ലാം മറഞ്ഞിടുന്നേ നിന്നിൽ. വേല തികച്ച വിശുദ്ധരെല്ലാം മറഞ്ഞിടും നീ നിന്നിൽ. എൻ പ്രിയ യേശുവേ, നീ എൻ്റെ ജീവൻ, എനിക്കു മരണം ലാഭമേ. എൻ പ്രിയ യേശുവേ, നീ എൻ്റെ ജീവൻ, എനിക്കു മരണം ലാഭമേ. ആശ്വാസപ്രദനേ, നിൻമുഖം കാൺമാൻ എന്നുള്ളം വാഞ്ചിക്കുന്നേ. എന്നാശ എന്നു തീരുമോ? ആശ്വാസപ്രദനേ, നിൻമുഖം കാൺമാൻ എന്നുള്ളം വാഞ്ചിക്കുന്നേ. എന്നാശ എന്നു തീരുമോ? ദൈവത്തിന് മഹത്വം. വിശുദ്ധ സമയത്ത് അമ്മച്ചയെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ ദൈവത്തെ എനിക്ക് അവസരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ചെറുപ്രായം മുതൽ അമ്മച്ചിയുടെ സ്നേഹവും കരുതലും വിശ്വാസനെ അനുഭവിച്ചറിയുവാൻ കർത്താവ് എന്നെ ഇടയാക്കി. അമ്മച്ചി ആഗ്രഹിച്ച പോലെ പ്രാർത്ഥിച്ച പോലെ അമ്മച്ചിക്ക് നല്ലൊരു അവസാനം ദൈവം കൊടുത്തു. അമ്മച്ചിയുടെ അവസാന നിമിഷങ്ങളിൽ അമ്മച്ചിയെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം അടിയന് ദൈവം ഒരുക്കി തന്നു. അമ്മച്ചി കാണിച്ചു വെച്ച മാതൃകയും പ്രത്യാശയുള്ള ജീവിതം കണ്ട് ജീവിതം തീർക്കുവാൻ അടിയനും ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു അവസരത്തിൽ അമ്മച്ചിയെ പറ്റി ഇത്രയും പെടുന്ന ഒരു സാക്ഷ്യം പറയേണ്ടി വരുമെന്ന് അടിയൻ വിചാരിച്ചതല്ല. എങ്കിലും ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു. അമ്മച്ചിയെ പറ്റിയോ പറയുകയാണെങ്കിൽ അമ്മച്ചി വളരെയധികം സ്നേഹിക്കുകയും എവിടെ വെച്ച് കണ്ടാലും ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ശാസിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എവിടെ വെച്ച് കണ്ടാലും അമ്മച്ചി എനിക്ക് എന്തെങ്കിലും, അമ്മച്ചിയുടെ കയ്യിലുള്ള എന്തെങ്കിലും അമ്മച്ചി എനിക്ക് തരുമായിരുന്നു. അമ്മച്ചി കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒരു ദിവസം ജീവിച്ച് ദൈവത്തിന് ഓരോ ഞാൻ കാണപ്പെടേണ്ടതിന് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന വിശ്വന്റെ സാക്ഷ്യം തരുന്നു. നിലത്തു വീണ ഗോതമ്പ് മണി പോൽ നാഥൻ സേവയിൽ മരിച്ചോ. നിലത്തു വീണ ഗോതമ്പ് മണി പോൽ നാഥൻ സേവയിൽ മരിച്ചോ. സിംഹാസനസ്ഥരായി നിന്നോട് സിയോനിൽ സദാകാലം അവർ വാഴുമേ. സിംഹാസനസ്ഥരായി നിന്നോട് സിയോനിൽ സദാകാലം അവർ വാഴുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് പ്രിയ മാതാവിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ ദേശത്തും കടന്നു വന്ന കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ശുശ്രൂഷാകാലം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. തന്നിൽ കർത്താവ് നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചു. അത് പൂർണ്ണതയോടെ തികച്ച് നല്ലൊരു അവസാനം ദൈവം നൽകിയതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. അനേകം തങ്ങളുടെ ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിപ്പാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് ഓട്ടം നിലയ്ക്കുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രിയ മാതാവിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി പൂർണ്ണതയോടെ തികച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആ പ്രിയ മാതാവ്
ഉദിമൂട് സഭയിലെ കൊച്ചു സഹോദരിയായിട്ടാണ് അവിടെ ശുശ്രൂഷ ചെയ്ത് ആ കാലയളവിൽ സഭയ്ക്കും ദൈവമക്കൾക്കും എല്ലാം ഒരു ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. ആ സന്തോഷം ഓർത്താണ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വരുവാനിടയായി തീർന്ന് ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. ഒരു വിലയേറിയ അനുഭവം പ്രാപിപ്പാൻ എന്നെയും ദൈവങ്ങളിൽ സമർപ്പിക്കുകയാണ്. അനേക ഈ അവസ്ഥ പ്രാപിപ്പാൻ ആഗ്രഹിച്ചു, എന്നാൽ ബിലയാമ് ആഗ്രഹിച്ചു. എന്നാൽ ഒരു ഭക്തൻ മരിക്കുന്ന പോലെ ഞാനും മരിക്കട്ടെ എന്ന് താൻ ആഗ്രഹിച്ചെങ്കിലും തനിക്കത് സാധിച്ചില്ല. ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അവനിൽ, എനിക്ക് മാത്രമല്ല അവനിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും. ദൈവമാത്യനോട് സ്തോത്രം. തൻ്റെ മരണസമയം പൗലോസിനും പത്രോസിനും ഒക്കെയും അറിഞ്ഞ സമയത്ത് അവരതിനായി ഒരുങ്ങി അവരുടെ ഓട്ടം തികച്ചു. ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. അപ്പം നമ്മുടെയും ഒരു നിര്യാണകാലം അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മരണം അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോട് ഓടുന്നുണ്ടോ എന്ന് എന്നെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശരിയായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയെ ആചരിച്ച് ജയജീവിതം ചെയ്യുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ രഹസ്യവരമെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയുകയില്ല. എൻ്റെ ഓട്ടം സ്ഥിരതയോടുകൂടി ആ നല്ല ബിരുദം പ്രാപിപ്പാൻ എന്നെയും ദൈവങ്ങളിൽ സമർപ്പിക്കുകയാണ്. വിശേഷാൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ദൈവമക്കൾ, വിശുദ്ധന്മാർ, വാസ്തവമായി ഒരു പ്രായമുള്ള ആളുകളൊക്കെയും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷ വേലക്കാർ ഒക്കെയും കടന്നു പോകുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയൊരു വിടവ് സംഭവിച്ചു. ഒരു ചങ്ങലയുടെ ഒരു കൊളുത്ത് നഷ്ടപ്പെട്ടു. എന്നാൽ ആ സ്ഥാനത്തേക്ക് അനേകരെ ദൈവം ഒരുക്കട്ടെ. ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുന്നു. ഈ കാലയളവിൽ പ്രാർത്ഥനാ വീരന്മാർ കുറഞ്ഞിരിക്കുന്ന കാലയളവ്, വിശ്വാസം കുറഞ്ഞിരിക്കുന്ന കാലയളവ്, ഇതൊക്കെയും ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ്. ദൈവമാത്യനോട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഉദിമൂട് സഭയുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. മാത്രമല്ല എന്നെയും ദൈവങ്ങൾ ഒരു പ്രാവശ്യം താഴ്ത്തുന്നു. നല്ല പോർ പൊരുതി അല്ലെ ഒരു അവസാനം പ്രാപിപ്പാൻ എന്നെയും ദൈവങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചുകൊണ്ട് എന്നെ സാക്ഷി നേരുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അവസരത്തിൽ ഇങ്ങനൊരു സാക്ഷിയായി നിൽപ്പാൻ തക്കോണം ദൈവം എനിക്കും സഹായിച്ചതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ലീലാമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ 86 ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വേലയ്ക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ വന്നു. ഒരു മാസം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. വേലയ്ക്കെടുക്കുന്ന കൺവെൻഷന് മുൻപ് ഒരു മാസം ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഏത് വേലകൾ ചെയ്യുന്നതിനും ഞങ്ങൾ രണ്ടും ഒന്നിച്ച് ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഞങ്ങൾ നല്ല ഉത്സാഹമുള്ളവരായിരുന്നു. എന്നാൽ ആ വർഷവും വേലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരെയും തലയെ കൈവച്ചില്ല. ഞാൻ ഇവിടെ ഒരു വർഷത്തോളം ഇവിടെ വയ്ക്കാൻ ഇടയായി. ലീലാമ്മ വീട്ടിലേക്കും പോയി. പിറ്റേ വർഷം വീണ്ടും 87 കടന്നു വന്ന് ഞങ്ങളെല്ലാം ഒന്നിച്ച് വേലയ്ക്കെടുക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ഈ ആ വർഷത്തെ 87 വേലക്കാരിൽ ആദ്യ ഫലമാണ് ലീലാമ്മ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്തിരിക്കുന്നത്. ഞങ്ങൾ കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വളരെ സ്നേഹവും സന്തോഷവും. ഞാനിവിടുന്ന് പത്തനംതിട്ടയ്ക്ക് മാറിയതിന് ശേഷം കാണുമ്പോഴെല്ലാം വലിയ സ്നേഹം അനുഭവിപ്പാൻ ദൈവനിക്ക് ഇടയായിട്ടുണ്ട്. ഒരു താഴ്മയും ദൈവഭയവും ഒരു സൗമ്യതയുള്ളൊരു ജീവിതം അവൾ നയിച്ചിരുന്നു. ഏത് സമയത്തും വയ്യായ്മ കാണിക്കുകയില്ല. എങ്കിലും എനിക്ക് വയ്യാന്ന് പറയത്തില്ല, കുഴപ്പമില്ല, അതെനിക്ക് സുഖമായിരിക്കുന്നു എന്ന് സന്തോഷമായിരിക്കുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ. അവളെ കാണുമ്പോൾ അറിയാം നല്ല രോഗം അവൾക്കുണ്ടെന്ന് കാണുമ്പോഴെല്ലാം മനസ്സിലാക്കാം.
കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഇത്രത്തോളമോ ഞങ്ങളുടെ ഓട്ടം ഓടി ഈ അവസരത്തിൽ അവസാനിപ്പാൻ തക്കോളം ദൈവം ഭാഗ്യം തന്നല്ലോ. അതാണ് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്. അവളിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരണത്തിലെത്തുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പത്തനംതിട്ട കൺവെൻഷന് കഴിഞ്ഞ വർഷം കടന്നു വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും വയ്യാതെ കടന്നു വന്നതെന്ന്. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കൂടെ ഇന്ന് കാണുവാൻ വേണ്ടി വന്നതാണ്. എനിക്കിനി വരുന്ന വർഷം കാണുവാൻ കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ വന്നതാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. വർഷം ഞങ്ങൾ സന്തോഷമായി അവിടെ കഴിയുവാൻ ദൈവം സഹായിച്ചു. എനിക്കൊരു നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടാണ് അവൾ മടങ്ങിപ്പോയത്. ഞാൻ പിന്നെ വിളിക്കാനോ പിന്നെ കൺവെൻഷനൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമായി സമാധാനമായി ഇരിപ്പാൻ ദൈവം സഹായിച്ചു. ഞാനും എൻ്റെ ഓട്ടം ഓടി എൻ്റെ വിരുദ്ധ പ്രാപിപ്പാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 8 മാസക്കാലം പ്രിയ മദറിനോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാനും പ്രിയ മദറിൻ്റെ ജീവിതത്തിലുള്ള അനേക സവിശേഷമായ സ്വഭാവങ്ങളെക്കുറിച്ചും കർത്താവിൽ ഗ്രഹിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തതിനായി സ്തുതിക്കുന്നു. അപ്പനെയും അമ്മയും സ്വന്തം ദേശത്തെ എല്ലാം വിട്ടുവന്നതായി ഞങ്ങൾക്ക് പ്രിയ മാതാവ് ഒരു മാതൃതുല്യമായ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനും നടത്തിപ്പുകാരോടുള്ള പ്രത്യേക സ്നേഹം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിന് ഗ്രഹിപ്പാനും ഇടയായി തീർന്നു. മാത്രമല്ല, നടത്തിപ്പുകാരെ ബഹുമാനിക്കുന്ന നിലവാരത്തിൽ പ്രിയ മാതാവ് വളരെ മുൻപന്തിയിലായിരുന്നു. അതുമാത്രമല്ല, ചെറിയ കൂട്ടുവേലക്കാരാണെങ്കിലും അവരെ മാനിക്കുകയും അവരുടെ നടത്തിപ്പിനെ അനുസരിച്ച് കീഴടങ്ങി ഇരിക്കുന്നതായ സ്വഭാവം തന്നിൽ കാണുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല, താൻ 2 മാസക്കാലമായി ബലഹീനമായി മാറ്റപ്പെട്ടു എങ്കിൽ തന്നെയും അതിനു മുൻപുള്ളതായ എല്ലാ പ്രാർത്ഥനകൾക്കും, തന്നാൽ കഴിയുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഇരിപ്പാൻ ഇടയായി തീർന്നു. 2 മാസക്കാലം ആരാധനയ്ക്ക് ഇരുന്നില്ല എങ്കിൽ തന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ തനിക്ക് ഒരല്പം സുഖമുണ്ടായിരുന്നപ്പോൾ ആരാധനയ്ക്ക് വന്ന് പങ്കെടുക്കുവാനും ഇടയായി തീർന്നു. തനിക്ക് ഇത്ര പെട്ടെന്നൊരു മരണം സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം, മൂപ്പൻ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വളരെ ലഘുവായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് എടുത്തില്ല. കാരണം എൻ്റെ ശരീരത്തിലുള്ള ബലഹീനതയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രിയ മദറിനേക്കാൾ മുൻപേ ഞാൻ കടന്നു പോകും എന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും. എന്നാൽ പ്രിയ മദർ താൻ പ്രിയം വെച്ചതായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. മാത്രമല്ല, മദറിൻ്റെ ജീവിതത്തിൽ വളരെ എളിമത്വത്തെ സൂക്ഷിക്കുന്നതായി എനിക്ക് കാണുവാനിടയായി തീർന്നു. എന്തെല്ലാം ലഭിച്ചാലും തനിക്ക് പണ്ട് വിശുദ്ധന്മാർ അഭ്യസിച്ചതായ ആ പാതയിലൂടെ വളരെ താഴ്മയോടെ ജീവിപ്പാനും ഇടയായി തീർന്നു. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പുനലൂർ കൺവെൻഷന് ഞങ്ങൾ കടന്നു പോകാൻ ഞങ്ങളെ നിർബന്ധിച്ച് അയപ്പാനിടയായി തീർന്നു. മദറും ചെറിയ സിസ്റ്ററും വിശ്വാസഭവനത്തിലായിരുന്നു. അതുവരെയും ഒരു ശാരീരികമായ വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച രാവിലെ ആയപ്പോൾ മദറിൻ്റെ ശരീരം വളരെ തണുക്കുകയും വളരെ കൂടുതലായി തീരുകയും ചെയ്യുവാനിടയായി തീർന്നു. എന്നെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചു, എങ്കിലും ബന്ധപ്പെട്ടില്ല. തിരിച്ചു വിശ്വാസഭവനത്തിൽ കടന്നു വന്നപ്പോൾ നിലവരമെല്ലാം മാറ്റപ്പെട്ടു. ഒരുവിധം സൗഖ്യമുണ്ടായിരുന്നു. എഴുന്നേറ്റിരുന്ന് രാവിലെ വയ്യായിരുന്നു, എന്നാൽ കർത്താവ് ഒരു സൗഖ്യം തന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഹാരമെല്ലാം കഴിച്ച് സന്തോഷത്തോടു കൂടെ ആയിരുന്നു. എന്നാൽ അതിനുശേഷം 2 മണിക്ക് ശേഷം ഛർദ്ദിച്ചു. അതോടുകൂടെ പ്രിയ മദറിൻ്റെ അവസ്ഥകൾ മാറ്റപ്പെടുവാനിടയായി തീർന്നു. വ്യാഴാഴ്ച വയ്യാതെയായി. വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച വയ്യാതെ കടന്നു എങ്കിൽ തന്നെ ഒറ്റ ദിവസം മാത്രമേ വയ്യാതെ കടന്നുള്ളൂ. ശനിയാഴ്ച 9:30 ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. നീതിമാന്റെ മരണം ഉറക്കം പോലെ എന്ന് പറയുന്ന പോലെ അധികം കഷ്ടതകളില്ലാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു പോകുവാനിടയായി തീർന്നു. എനിക്കും കർത്താവ് വെച്ചിരിക്കുന്നതായ നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സാക്ഷി ഇരുന്നുകൊള്ളുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം.
ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സാക്ഷി പറയാമെന്ന് വിചാരിച്ചിരുന്നില്ല. 7 മാസക്കാലം അമ്മച്ചിയോടായിരിക്കാൻ ഞങ്ങൾ സഹായിച്ചു. വിശ്വാസമാധ്യങ്ങളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ കഴിഞ്ഞു. അമ്മച്ചിയുടെ പ്രാർത്ഥന ആത്മനിർവ്വം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. കാലം നീരുള്ള മാസികത്തിന് കടന്നു പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് നീര് അടുത്ത മാസികവും ഇല്ല, എനിക്ക് എല്ലാവരെയും പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ മാസികത്തിന് വന്ന് എല്ലാവരെയും കണ്ടു. അങ്ങനെ സന്തോഷത്തോട് മടങ്ങിപ്പോയി. ഞങ്ങളെല്ലാം വിളിച്ച് ക്ഷമയൊക്കെ ചോദിച്ചു. അമ്മച്ചി എന്നിട്ട് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് നീ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മരണം വരെ അവസാന നിമിഷം വരെ അമ്മച്ചി നല്ല സന്തോഷത്തോടെ അരിപ്പാന്നെ സഹായിച്ചു. ആഴ്ച വരെ നല്ല ഒരു ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അത് ഉണ്ടാക്കി കഴിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടാണ് പോയത്. അമ്മച്ചിയുടെ നല്ല മാതൃക പിൻപറ്റാൻ ഞാനും ആഗ്രഹിക്കുന്നു. എൻ്റെ നിലനിൽപ്പിനോർത്ത് പ്രാർത്ഥന കഴിച്ചുകൊണ്ട് സാക്ഷിയിരുന്നോളൂ. കർത്താവിന് സ്തോത്രം. ഇത്ര പെട്ടെന്ന് ഈലാമിയെക്കുറിച്ചൊരു സാക്ഷി പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. കർത്താവിന് സ്തോത്രം. 1986 കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് 2 പേര് വന്നുവെങ്കിൽ തന്നെയും ആ വർഷം അവരെ എടുത്തില്ലെന്നും, പിന്നെ 87 ഞങ്ങൾ 10 പേര് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ വന്നിട്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് കർത്താവിന് ഞങ്ങളെ 10 പേരെയും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എടുത്തു. കർത്താവിന് സ്തോത്രം. അതിലൊരു പിതാവായിരുന്നു. 96 കർത്താവിൻ്റെ ശുശ്രൂഷ തികച്ച് തൻ്റെ അവകാശത്തിലേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ സഹോദരിമാർ ഞങ്ങൾ 8 പേര് ഈ കൊട്ടാരക്കര സെൻറ്ററിൻ്റെ വിവിധ ലോക്കലിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. അങ്ങനെ പത്തനംതിട്ട തിരിഞ്ഞപ്പോൾ ഒരാൾ അവിടെയായി. ചില വർഷങ്ങൾക്ക് ശേഷമായിട്ട് വീണ്ടും ഒരാൾ തൃശ്ശൂരിലേക്ക് പോയി. ഞങ്ങൾ പിന്നെ 6 പേര് ഈ കൊട്ടാരക്കര സെൻറ്ററിൻ്റെ വിവിധ ലോക്കലിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇത്ര പെട്ടെന്ന് ലീലാമ്മ കടന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കർത്താവിന് സ്തോത്രം. അവൾ ശാരീരികമായി ചില നാളുകളുകൊണ്ട് വളരെ ക്ഷീണിതയായിരുന്നു. എങ്കിലും കഴിഞ്ഞ മാസയോഗത്തിന് സുഖമില്ലാതെ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇത്രയും വയ്യാതെ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവുകയാണ്, അടുത്ത മാസം ഞാൻ കാണുകയില്ല, നിങ്ങൾ എല്ലാവരെയും ഒന്ന് കണ്ടു കേട്ട് ഒന്ന് മിണ്ടി വിശുദ്ധന്മാരെയെല്ലാം ഒന്ന് കണ്ടിട്ട് ഞാൻ പോകാൻ വന്നതാണെന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. എന്നാലും ഇത്ര പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് പോകുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അവൾ പോകുന്നതായ സമയം നല്ല തിട്ടമായിരുന്നു. അതുപോലെ തന്നെ വളരെ താഴ്മയും വിനയമുള്ളതായൊരു സ്വഭാവം ലീലാമയിലുണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ചെറിയ ചെറിയ പിള്ളേരെ പോലെയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കെറിയിക്കും, അതുപോലെ ആ വായിൽ തന്നെ പെട്ടെന്ന് ചിരിക്കും. അങ്ങനെ ഒരു വൈരാഗ്യമായ ഹൃദയമോ ഒരു സ്വഭാവമോ ലീലാമയിലില്ലായിരുന്നു. കർത്താവിന് സ്തോത്രം. എപ്പോഴും പറയും നിങ്ങളെല്ലാവരെക്കാളും മുമ്പേ എനിക്ക് പോകണം, നിങ്ങളെല്ലാവരും എനിക്ക് സാക്ഷി പറയണം. ഇങ്ങനെയൊക്കെ അവിടെ ആഗ്രഹമായിരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം അവിടെ ആഗ്രഹം പോലെ അവർക്ക് നല്ലൊരു അവസാനം ദൈവം കൊടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ എത്രയോ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ നിന്നുകളൊക്കെയും വന്നപ്പോൾ പതറിപ്പോകാതെ സ്ഥിരതയോടെ ആ ഓട്ടം ഓടി ആ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ സ്നേഹമാണ് അവളോട്. ഞാൻ എപ്പോഴും പറയും നിനക്ക് എല്ലാവരും നിന്നോട് എല്ലാവർക്കും വളരെ സ്നേഹമാണ്, നീ പ്രതിഷ്ഠിക്കണം. ഇങ്ങനെ പറയുമ്പോൾ പറയും എന്തോ ചെയ്യാനാ, അവരെല്ലാം വന്ന് എന്നെ അങ്ങ് സ്നേഹിക്കുക, പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ, ഇങ്ങനെ പറയുമായിരുന്നു. കർത്താവിന് സ്തോത്രം. വളരെ സഹോദര സ്നേഹമുള്ളതായ ഒരു കുടുംബമാണ്, ഒരു വലിയ കുടുംബമാണ്. അവരുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ബന്ധുക്കാരെയും എല്ലാം കണ്ട് സംസാരിക്കുവാനും സ്നേഹിക്കുവാനും എല്ലാം നമുക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം വിശുദ്ധീകരിച്ച് തൻ്റെ അവകാശത്തിൽ ചേർത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്കധികം കാംക്ഷയുണ്ട്. അത് അത്യുത്തമമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അത്യുത്തമമായ ഒരു മണ്ഡലത്തിലേക്ക് അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിനാൽ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും എൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടി എനിക്ക് വച്ചിരിക്കുന്നതായ അവകാശം പ്രാപിപ്പാൻ
ദൈവമക്കളുടെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെയെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മളെ വിട്ട് ദൈവത്തിന് ചേർക്കപ്പെട്ട ദാലീലാമോദനെ കുറിച്ച് 2 വാക്ക് സാക്ഷി പറയുവാൻ കർത്താവ് അടിയനൊരുക്കി തന്ന വലിയ ദൈവകൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അമ്പലക്കരയിൽ പ്രിയ മദനോടൊന്നിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അടിയനൊരു അവസരം നൽകി. മുൻപ് സാക്ഷ്യത്തിൽ ദൈവമക്കൾ ഓർപ്പിച്ച പോലെ ആരാധനാലയത്തിൻ്റെ പണി നടക്കുന്ന സമയമായിരുന്നു. ശാരീരികമായി മദർ വളരെ ബലഹീനമാണെങ്കിലും തൻ്റെ ശുശ്രൂഷകൾക്കൊന്നും താൻ ആ ബലഹീനത തടസ്സമായി കണ്ടില്ല. എത്ര വയ്യാങ്കിൽ തന്നെയും തൻ്റെതായ ദൗത്യങ്ങളൊക്കെയും നിറവടിയായി താൻ അവിടെ ചെയ്യുകയുണ്ടായി. ആലയത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഒരു ദിവസം ജോലിക്കാർക്ക് ഓരോ ദിവസവും ഒത്തിരി പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടെങ്കിലും മദർമ്മച്ചിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് വിശ്വാസി കുഞ്ഞുങ്ങളെല്ലാം അടുക്കൽ വിളിച്ച മക്കളെ എന്നൊക്കെ വിളിച്ച് അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. എനിക്കും കൃപയിൽ അവിടെ ആയിരുന്നിടത്തോളം കാലം ഒരു ആശ്വാസമായിരുന്നു, അനുഗ്രഹമായിരുന്നു. മാറ്റമായി പോയതിന് ശേഷവും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തൻ്റെ കയ്യിലുള്ള നന്മ ഒരു പങ്ക് എൻ്റെ കയ്യിലും തന്നിട്ടേ അമ്മ മദർമ്മച്ചി പോവാറുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ഒരു വിശേഷ ഗുണം അമ്മച്ചിയിലുണ്ടായിരുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നല്ലെന്നുള്ള യേശുനാഥൻ്റെ വാക്ക് പോലെ തന്നെ അതിനേക്കാൾ അല്പം കൂടെ അധികമായി മദർമ്മച്ചി മുമ്പിലായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കുവാനും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളൊക്കെ വിശ്വാസമായിട്ട് വരുവാണെങ്കിൽ പറഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിപ്പിക്കാൻ വളരെ ഉത്സാഹിയായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ വരുമ്പോഴും ആ ഒരുക്കത്തോടെ വരാറുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സൗഖ്യമില്ലായിരുന്ന സമയത്ത് മദറിനെ പോയി കാണുവാൻ ദൈവം സഹായിച്ച്. പ്രത്യേകാല് വെള്ളിയാഴ്ച പുനലൂർ കൺവെൻഷൻ പോകാനായിട്ട് ഞാൻ ഒരുങ്ങി വന്നിരുന്നതാണ്. അപ്പോൾ സെൻട്രമ്മച്ചി പറഞ്ഞു, ഇന്ന് പോകണ്ട, അപ്പച്ചൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പുനലൂർ പോകണ്ട എന്ന് പറഞ്ഞു. ശരി അമ്മച്ചി എന്ന് പറഞ്ഞ് ഇവിടെ മുൻപ് അപ്പച്ചൻ്റെ റൂമിലോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ലീലാമോദറിന് കൂടുതലാണെന്ന് കേൾക്കാനിടയായിത്തീർന്നത്. അങ്ങനെ അപ്പച്ചൻ്റെ ഒപ്പം എനിക്കും വെള്ളിയാഴ്ച രാത്രി മദർമ്മച്ചി പോയി കാണുവാൻ സഹായിച്ചു. ബിജുബ്രദർ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ, കടമനാട്ട് ബിജുബ്രദർ പറഞ്ഞ പോലെ തലേ ദിവസം താൻ പറഞ്ഞിരുന്നു 3 ദിവസം കൂടെ ഉള്ളൂ. ആ പറഞ്ഞ സമയം പോലെ തന്നെ ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നലെ ആ ദൈവസനയിൽ ആ 3-ാം ദിവസം തന്നെ ദൈവസനയിൽ ചേർക്കപ്പെട്ടു. പ്രിയ അമ്മച്ചി കാട്ടി തന്ന നല്ല മാതൃക പിൻപറ്റുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന അടിയനെ അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥാനിരിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്ത് ലീലാമോദനെ കുറിച്ച് 2 വാക്ക് സാക്ഷി പറയാൻ ഇങ്ങനെ അവസരം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1985 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ ഈ വിശ്വാസഭവനത്തിൽ വന്നു. ആ വർഷത്തിൻ്റെ അവസാന സമയത്ത് 86 ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നത് വേലയ്ക്കിറങ്ങുവാനായിട്ട് ലീലാമ്മയും വിശ്വാസഭവനത്തിൽ വന്ന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കൊരുമിച്ച് ആ സമയങ്ങളെല്ലാം ഈ വിശ്വാസഭവനത്തിൽ താമസിക്കുവാനിടയായിത്തീർന്നു. അന്നു മുതൽ കഴിഞ്ഞ ദിവസം ദൈവസന്ധി ചേരുന്നവരെയും അന്നുണ്ടതായ സ്നേഹത്തിന് നിലനിൽപ്പാൻ ദൈവം സഹായിച്ച കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എപ്പോഴും എന്നോട് പറയും, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറയും. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്ന 86 വർഷത്തിലെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി എൻ്റെ മകളെ എടുത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് 1-2 മാസം ഇവിടെ നിന്നതിന് ശേഷം ഞാൻ ലോക്കലിലേക്ക് മാറ്റമായി പോയി. അതിനുശേഷം 86-87 ഞാൻ 2 ലോക്കലായിരുന്നു. 87 അവസാന സമയമായപ്പോൾ പിന്നെ വീണ്ടും സെൻട്രൽ ഫെയ്ത്തോമി വന്നപ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറെ വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് കൺവെൻഷൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുവാൻ ഇടയാക്കി തീർത്തു. എൻ്റെ കൂടെ മാത്രമേ ഡ്യൂട്ടിക്ക് നിൽക്കുകയുള്ളൂ. ഞങ്ങൾ വർഷങ്ങളോളം ഞങ്ങൾ ഒരു റൂമിലായിരുന്നു. മുകളിലത്തെ വീട് വിറ്റതിന് ശേഷം താഴെ റൂം ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൽസി നീ കിടക്കുന്നിടത്ത് എന്നെയും കിടത്തണം, എനിക്കൊരു ബെഡ് അവിടെ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾ ഒരുമിച്ചായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന 2018 ആ ഡ്യൂട്ടിയിൽ നിന്ന് കൺവെൻഷൻ്റെ ആ ഡ്യൂട്ടിയിൽ നിന്ന് ഞാൻ വേറൊരു ഡ്യൂട്ടിയിലേക്ക് മാറിയപ്പോൾ എന്നോട് പറഞ്ഞ്, എന്നെ കണ്ട് തെറ്റാൻ പറ്റുകയില്ല, നീ മാറുവാണെങ്കിൽ ഞാനും മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലീലാമ്മേ നീ ഉത്തരവാദിത്തപ്പെട്ട ആ കാര്യത്തിൽ ചെയ്യ്, നീ ഇനി ഉത്തരവാദിത്തം എടുക്കണം. അയ്യോ എനിക്ക് പറ്റത്തില്ല, എൽസി ഉണ്ടെങ്കിലേ ഞാൻ നിൽക്കത്തുള്ളെന്ന് പറഞ്ഞ് കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവുമായിരുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ശിക്ഷിക്കപ്പെട്ടതായ ദിവ്യ സ്വഭാവ ഗുണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കർത്താവിനോട് സ്തോത്രം. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എനിക്ക് സമാധാനം സ്വസ്ഥതയൊക്കെ ഉണ്ട്,
നീ ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞ് കർത്താവിനോട് സ്തോത്രം. അതിന് ശേഷം കൊല്ലത്തെ സഹോദരിമാരെ വിളിക്കുവാനായിട്ട് കഴിഞ്ഞ മാസയോഗത്തിൻ്റെ 28-ാം തീയതി ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനിവിടെ വയ്യാതിരിക്കുവാണ്, എനിക്കിനി അധികം ദിവസങ്ങളൊന്നും ഇല്ല, എന്നെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഇവരെ അങ്ങ് കൊണ്ടുപോയിക്കോ സമാധാനത്തിടെന്ന് പറഞ്ഞു. കർത്താവിനോട് സ്തോത്രം. ഞാൻ പറഞ്ഞു അത് വേണ്ട, വയ്യെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞു. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് തന്നെ അവർ 3 പേരും ഇവിടെ വന്ന് കർത്താവിനോട് സ്തോത്രം. അപ്പോൾ ഞാൻ ചെന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം സൗഖ്യമില്ല എന്നറിഞ്ഞ് ഞാൻ ഫോൺ വിളിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ വ്യാഴാഴ്ച പിന്നിൽ ഒരു കൺവെൻഷന് പോയി വെള്ളിയാഴ്ച വന്ന് 4 മണിയായപ്പോൾ അമ്മച്ചി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കൊല്ലത്തെ മദറിന് വയ്യാത്തൊരവസ്ഥയായിരിക്കുമെന്ന് പറഞ്ഞു. കർത്താവിനോട് സ്തോത്രം. അപ്പച്ചനോടൊത്ത് എനിക്കും പോയി കാണുവാൻ ദൈവം സഹായിച്ചു. വിളിച്ചിട്ടൊന്നും ഉള്ളിലറിയാമായിരുന്നെങ്കിൽ പുറമേ അറിഞ്ഞില്ല. കർത്താവിനോട് സ്തോത്രം. അല്പസമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പാനും പാട്ടുകളൊക്കെ പാടുവാനും ദൈവം ഇടയാക്കി തീർന്നതിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇത്ര വേഗം ദേശം ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് 3 ദിവസം എനിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്ന്. കർത്താവിനോട് സ്തോത്രം. ശനിയാഴ്ച രാവിലെ ദൈവസന്നിധി ചേർക്കപ്പെട്ടു എന്നറിഞ്ഞ് കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ശുശ്രൂഷയിലൊക്കെ നല്ല വിശ്വസ്തയായിരുന്നു. ആരോഗ്യമുള്ളതായ സമയത്തൊക്കെ നല്ല പഴയകാല മദർമാരൊക്കെ ലീലാമ്മയെ ആവശ്യപ്പെട്ട് കൊണ്ടുപോകുമായിരുന്നു. നല്ലപോലെ ഉത്തരവാദിത്വത്തോടെ വിശ്വാസഭവനത്തിലെ ജോലികളൊക്കെ ചെയ്യുവാൻ സ്തോത്രം. ചില വർഷങ്ങളായി ശാരീരികമായ ക്ലേശങ്ങളിൽ കഷ്ടത്തിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. എങ്കിലും ദൈവം അവസാനം വരെയും ദൈവകൃപയിലായിരിക്കാനും ഏൽപ്പിച്ച ശുശ്രൂഷയിലായിരിക്കാനും ദൈവം സഹായിച്ചല്ലോ. കർത്താവിനോട് സ്തോത്രം. തക്ക സമയത്ത് ദൈവം തന്നെ മകളെ ചേർത്തു. എൻ്റെ ഓട്ടം വിശ്വസ്തയോടെ ഓടി നല്ല അവകാശം പ്രാപിപ്പാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഈ സന്ദർഭത്തിൽ എഴുന്നേറ്റ് ലീലാമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ എനിക്കും ദൈവം സന്ദർഭം ഒരുക്കിയതിനാൽ ഞാനും എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയത്ത് ലീലാമ്മയെക്കുറിച്ചൊരു സാക്ഷ്യം പറയുവാനുള്ള അവസരം ദൈവം എനിക്കും തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളൊക്കെ ഒരുമിച്ച് അവൾ പാട്ടുകാരിയായിരിക്കുന്ന സമയത്ത് കൊല്ലത്തിരുന്ന് വേല ചെയ്യുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. അന്നും ഞങ്ങൾക്ക് തമ്മിൽ ആശ്വാസവും സമാധാനമായിരുന്നു. അതിൻ്റെ ശേഷമായി ഇപ്പോൾ കൊട്ടാരക്കരയിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചില നാളുകളായി ഒരു റൂമിൽ തന്നെ താമസിക്കുവാനുള്ള അവസരം ലഭിച്ചു. ലീലാമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് എന്നോട് വന്ന നാൾ മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയും ഒരു പ്രത്യേകമായ ഒരു സ്നേഹവും ഒരു കരുതലും എന്നോട് അവൾക്കുണ്ടായിരുന്നു. ഏത് സന്ദർഭങ്ങളും ഏത് വിഷയങ്ങളായാലും എന്നോട് പറയുകയും ഞങ്ങൾ തമ്മിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ കൊട്ടാരക്കരയിൽ വന്ന് ഈ ഞങ്ങൾക്ക് ഒരുമിച്ച് ചില നാളുകളായി ഒരു റൂമിൽ താമസിക്കുന്നതിനും പരസ്പരം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നതോടൊപ്പം ഞാൻ കടമ്പനാട്ടിരുന്ന് വേലതിൻ്റെ ശേഷമായി അവൾക്ക് എന്നോട് പ്രത്യേകമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ നന്മകൾ അനുഭവിക്കാനും ആ പ്രദേശത്തിരുന്ന് കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അതിൻ്റെ ശേഷമായിട്ടൊരു പ്രത്യേക സ്നേഹം കുടുംബാംഗങ്ങളുമായിട്ട് എനിക്ക് അനുഭവിക്കാനിടയാക്കിയിട്ടുണ്ട്. അതുപോലെ കൺവെൻഷനൊക്കെ കടന്നു വരുമ്പോൾ അവൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് നന്മ ചെയ്യുന്ന ഒരു അനുഭവം അവിടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവിടെ സഹോദരങ്ങളോ കുടുംബാംഗങ്ങളോ ഒക്കെ വരുമ്പോൾ അവരോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നാർക്ക് നീ ചെയ്തോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ഞങ്ങൾ ഒരുമിച്ച് ഈ റൂമിലായിരിക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം അവൾക്ക് മുൻപേ കിട്ടിയാൽ അവൾ കുടിക്കത്തില്ല. ഞങ്ങൾക്ക് കൂടെ ഉള്ളവർക്കെല്ലാം കൊണ്ടുവന്ന് തന്നതിന് ശേഷമേ അവൾ അത് കുടിക്കത്തുള്ളൂ. അങ്ങനെ എന്ത് കയ്യിൽ വശം വന്നാലും അതെല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് അത് കൊടുത്ത് എല്ലാവരുമായി ഒരുമിച്ച് അത് അനുഭവിക്കുന്ന ഒരു അനുഭവം അവിടെ ജീവിതത്തിലുണ്ടായിരുന്നു. കർത്താവിനോട് സ്തോത്രം. അതിൻ്റെ ശേഷമായി ഞാൻ പട്ടാഴിയിലായിരുന്ന സമയത്തും ഏത് സന്ദർഭം പലപ്പോഴും അവൾ എന്നെ വിളിക്കാറുണ്ട്. അവൾ ശരീരത്തിൽ വളരെ കഷ്ടത്തിൽ കൂടാണ് കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിലും പലപ്പോഴും എന്നോട് അവൾ പറയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അമ്മാമ്മയെക്കാട്ടിന് മുമ്പേ ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ അവസ്ഥ അങ്ങനെയാണെന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം അവിടെ ജീവിതത്തിലുണ്ടായിരുന്നു. തമാശ പോലെ ഞാനും കരുതിയിട്ടുള്ളൂ. കർത്താവിനോട് സ്തോത്രം. എന്നാൽ കഴിഞ്ഞ മാസത്തിന്
മോൻ്റെ തലേ ദിവസം 2 ദിവസത്തേക്ക് മുൻപ് അവിടെ സഹോദരൻ്റെ മകൾ പട്ടാഴിയിലെ വിശ്വാസിയാണ്. അതുകൊണ്ട് അവരെ ഇങ്ങനെ അവിടെ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ എന്നോട് പറയുമായിരുന്നു, കർത്താവിന് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ മാസത്തിൻ്റെ തലയാഴ്ചയിൽ അവിടെ വിളിച്ച് പറഞ്ഞു സുഖമില്ല, എന്നോടേയും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് വേദനയൊക്കെ ശരീരത്തിൽ വളരെ കഷ്ടമാണ്, എന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, എന്തുവാ കാരണമെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ ശരീരത്തിൽ വളരെ വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി അധികം പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കിടയാക്കി. അതിന് ശേഷമായി മാസത്തിൽ ഞാൻ വരുമ്പോൾ അവൾ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഈ മാസത്തിന് ഞാൻ വന്ന് ഇവിടെ ഇരുന്നു, എന്നാൽ അടുത്ത മാസത്തിന് ഞാൻ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ തമാശ പോലെ പറയുന്നതാണെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അത് തമാശയായിട്ടല്ല, അത് കാര്യമായിട്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ചില ദിവസം അവസാനം ഞാൻ പോകാൻ നേരത്ത് അവളിങ്ങനെ തുണി മാറി പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഞാനും പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ തമ്മിൽ പിരിയുന്നു, ഇനി കാണാമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അതിന് ശേഷം ഞാൻ വീണ്ടും 2-3 പ്രാവശ്യം അവളെ വിളിച്ചു. അപ്പോഴെല്ലാം വളരെ കഷ്ടമാണെന്ന് പറഞ്ഞു. എങ്കിലും കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അല്പം സുഖമുണ്ട്. സഹോദരിമാർ പറഞ്ഞു സുഖമുണ്ടെന്ന് പറഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇങ്ങനെ വയ്യാത്ത അവസ്ഥ വന്നുവെന്നും ഈ അവസ്ഥയിൽ അവസാനമായി ഞങ്ങൾക്കും പോയി കാണുവാനും പ്രാർത്ഥിപ്പാനും എല്ലാം ദൈവമിടയാക്കിയതിന് ശേഷം കർത്താവ് ഞങ്ങളെക്കാളെല്ലാം അവൾ ഭാഗ്യവതിയാണ്. ഞങ്ങളെക്കാൾ മുന്നമേ അവൾ ആഗ്രഹിച്ചതുപോലെ അവൾ ദൈവസന്നിധിയിൽ ചെന്ന് ഉയർന്നു. അതുപോലെ തന്നെ ഏത് സമയം എന്നറിയുന്നില്ല എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പോകാനായി ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൊള്ളുന്നു. സ്തോത്രം. കർത്താവിൻ്റെ നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ അമ്മച്ചി ഒഴുകുപാറക്കലിൽ എൻ്റെ കൂടെ 1 വർഷം ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകിയதை ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തേവലക്കരയിലായിരുന്നു അവർ അവിടുന്ന് മാറി ഒഴുകുപാറക്കൽ വന്ന സമയത്തെ അവർക്ക് ശാരീരികമായി ചെറിയ ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാലും ഒഴുകുപാറക്കൽ വന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഈ പ്രിയ അമ്മച്ചിയെക്കുറിച്ച് 1 വർഷം ശുശ്രൂഷ കാലത്ത് ഈ അമ്മച്ചിയെക്കുറിച്ച് പറയണമെങ്കിൽ പ്രാർത്ഥന കാര്യങ്ങളിലൊക്കെ ഇത്ര തീരെ വയ്യാതെ ഇരുന്നാലും സ്തോത്ര പ്രാർത്ഥനയ്ക്കും ഒക്കെ കടന്നു വന്ന് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കും. വിശ്വാസ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ സമൃദ്ധിയായി സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാം നല്ലതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലെ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. ഈ അമ്മച്ചി ഫെയ്ത്ത് ഹോമിലെ എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിക്കുന്നത് കണ്ടാൽ അവരോട് അല്പം ഒക്കെ ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ പറയും. അത് കൂട്ടുവേലക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടം ആയില്ലെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള അല്ലാതെ ഈ അമ്മച്ചി വിശ്വാസ വീട്ടിൽ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ അങ്ങനെ ഒന്നുമല്ല, ഇഷ്ടം പോലെ വാങ്ങിച്ചു തരുമായിരുന്നു. അവിടെ അല്പം സ്ഥലം വാങ്ങിച്ചപ്പോൾ അവിടെ വീട്ടുകാരോടെയൊക്കെ പറഞ്ഞ് കുറേ അവരെ കൊണ്ടാകുന്നവരെ സാമ്പത്തികമായിട്ട് അവിടെ സ്ഥലം വാങ്ങിച്ചപ്പോൾ സഹായിച്ച ഒരു അമ്മച്ചിയായിരുന്നു. അതുമാത്രമല്ല, നടത്തിപ്പുകാരെ ഏറ്റവും ബഹുമാനിക്കും. കൂടെ ഇരിക്കുന്ന കൂട്ട് സഹോദരങ്ങളെ വളരെ സ്നേഹിക്കും. എൻ്റെ കൂടെ 1 വർഷം ഒഴുകുപാറക്കൽ വേല ചെയ്തപ്പോൾ ഈ അമ്മച്ചി എനിക്കൊരു അമ്മയായിരുന്നു. എപ്പോഴും എൻ്റെ അടുത്ത് വരും, സംസാരിക്കും. എപ്പോഴും പല കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവിടെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ കുറേ സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ മൂപ്പനൊറ്റ അപ്പൻ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. എന്നേക്കാളും ഒത്തിരി പ്രായത്തിലെ അവർ മൂത്തതാണ്, എങ്കിലും എന്നെ അപ്പനെന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്നിരുന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കും. പക്ഷെ അപ്പൻ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്നത് എന്ന് വന്നൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ വളരെ സ്നേഹമായിരുന്നു. ഒരു ഒഴുപാറയ്ക്ക് നിന്ന് മാറി കൊല്ലത്തിലേക്ക് പോയപ്പോൾ വളരെ കരഞ്ഞിട്ടാണ് പോയത്. അപ്പനെ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറണം എന്നൊക്കെ എന്നോടും പറഞ്ഞിട്ട് പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവരെ ഈ പ്രിയ അമ്മച്ചിയെക്കുറിച്ച് എനിക്ക് വിശ്വാസ വീട്ടിൽ 1 വർഷം താമസിച്ചപ്പോൾ അവരെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്കില്ല. ഏറ്റവും ചന്തമായി, ഉചിതമായി, മാന്യമായിട്ടാണ് പല കാര്യങ്ങളും അവർ ചെയ്തത്. ദൈവത്തിന് മഹത്വം. അങ്ങനെ എനിക്ക് 1 വർഷം വളരെ ആശ്വാസമായിരുന്നു ഈ പ്രിയ അമ്മച്ചി. ദൈവത്തിന് മഹത്വം. നമ്മൾ പലരെ കുടുംബത്തിൽ വിട്ടാലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമ്മച്ചിയായിരുന്നു
1 വർഷം എൻ്റെ കൂടെ വേല ചെയ്യുവാൻ എനിക്ക് ഈ അമ്മച്ചിയെ തന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നോട് കൂടെ മാറിപ്പോകുമ്പോൾ വളരെ ദുഃഖിച്ചാണ് പോയത്. അതിനുശേഷവും കൊല്ലത്തിൽ പോയപ്പോൾ എന്നെ കൂടെ വിളിക്കും, അപ്പനെ സുഖമായിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ മാസം ഒഴുപാറക്കൽ ഒരു വീട് പ്രതിഷ്ഠയ്ക്ക് ഈ പ്രിയ അമ്മച്ചി അവിടെ വന്നപ്പോൾ എന്നെ കാണുമ്പോൾ വളരെ സന്തോഷമായിട്ട് ചില കളിവാക്കൊക്കെ പറയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായിരുന്നു ഈ അമ്മച്ചിയുടെ വളരെ നല്ലൊരു സ്വഭാവമായിരുന്നു. ഇവരുടെ കൂടെ 1 വർഷം ഞാനും ഈ പ്രിയ അമ്മച്ചിയും ഒരു നാൾ പോലും മുഷിഞ്ഞിട്ട് സംസാരിച്ചിട്ടേയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് വലിയ സന്തോഷമായിരുന്നു. ഈ അമ്മച്ചിയുടെ ശുശ്രൂഷയും എല്ലാം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഈ പ്രിയ അമ്മച്ചിയെ തക്ക സമയത്ത് അവിടെ ഓട്ടം തികച്ചു, വിളിച്ച വിളിയെ കാത്തു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചதை ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഓട്ടവും ഓടി ദൈവസേനയിൽ ചേരുവാൻ എല്ലാ സഹോദരങ്ങളുടെ പ്രാർത്ഥനയും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സാക്ഷിയെ നിർത്തുന്നു. സ്തോത്രം. പുനനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ അമ്മച്ചിക്ക് എനിക്കും 2 വാക്ക് പറയുവാൻ ദൈവസന്നിധിയിൽ എനിക്കും ഒരു സന്ദർഭം തന്നെ വിശുദ്ധന്മാരുടെ മുന്നിൽ നന്ദിയുള്ളവരായിരിക്കുന്നു. കഴിഞ്ഞ 7-8 വർഷക്കാലം ഈ അമ്മച്ചിയെ കാണുവാനും സഹരിപ്പാനും അവരുടെ സ്നേഹമെല്ലാം അനുഭവിപ്പാനും ദൈവം എന്നെയും സഹായിച്ചതിനായി ബലഹീനതയിൽ കൂടെ അമ്മച്ചിയുടെ മഹാസ്നേഹത്തെ അനുഭവിപ്പാൻ ദൈവം എനിക്കും സഹായിച്ചതിനായി സ്തോത്രം. ഞാനിവിടെ ആയാലും ഇവിടെ മാസയോഗത്തിനെല്ലാം വരുന്ന സമയങ്ങളിൽ പല മീറ്റിങ്സെല്ലാം ഉള്ള സമയത്ത് ഇവർ ഇവിടെ വരുമ്പോഴെല്ലാം എന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ സ്വീകരിപ്പാനും, മോളെ നീ ഇങ്ങോട്ട് വരണമേ, എന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ സന്തോഷത്തോടു കൂടെ തന്നെ അവരെ എതിരേൽപ്പാൻ പോയി അവരെ കൊണ്ടുപോയി അവരുടെ സ്ഥാനത്ത് കൊണ്ടുപോയി ചേർത്ത് അവർ എടുത്തുകൊണ്ട് വന്ന ബാഗ് പുസ്തകം എല്ലാം കൊണ്ടുപോയി വെച്ച് ഭയങ്കര സന്തോഷത്തോടെ മഹാസ്നേഹം കാണുവാൻ ഞാൻ ദൈവത്തിനെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസയോഗത്തിന് ഇവിടെ വന്നപ്പോൾ എന്നെ കൊണ്ടുപോകുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് വേറെ 2 കുട്ടികൾ കൂടെ അടുത്തുണ്ടായിരുന്നു. തൻ്റെ ബാഗിൽ നിന്ന് 2 മുട്ടായി എടുത്ത് കൊടുത്ത് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കയ്യിൽ തന്നു പറഞ്ഞു, എന്നെ അവിടെ ഇരുത്താമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ മരിച്ചുപോയ കൊച്ചമ്മച്ചിയുടെ ഇപ്പോഴെല്ലാം കൊച്ചമ്മച്ചിയുടെ മുറിയുടെ മുൻപിൽ ഒരു സോഫ സെറ്റുണ്ട്, അവിടെ ഇരുത്തി. പിന്നെ നോക്കുന്ന കൊച്ചു സഹോദരിയോട് പറഞ്ഞു, എനിക്കൊരു ജ്യൂസ് അടിച്ചു തരണമെന്ന്. അപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുത്ത് പിന്നെ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ മരിച്ചാൽ എനിക്കൊരു സാക്ഷി പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി നിങ്ങൾ എന്തോ അങ്ങനെ പറയരുത്, ദൈവം നിങ്ങളെ സുഖമാക്കിയിരിക്കുവാണ്, നിങ്ങൾ ബലത്തോടെ തന്നെ പോകുക. കഴിഞ്ഞ 2-3 വർഷം മുൻപ് അധികം സീരിയസായി ഈ അമ്മച്ചി നെഞ്ചിലൊരു വേദന വന്ന് ചൊറിച്ചിലൊക്കെ ഉണ്ടായി പഴുത്ത്. ആ സമയത്തും അവർ സീരിയസ് ആയതായിരുന്നു. ആ സമയത്ത് അവർ മരണക്കിടക്കയിലായിരുന്നു. എന്നാലുമോ ദൈവം കരുണ കാണിച്ച് അവർ സുഖമാക്കി. 2-3 വർഷക്കാലം അധികരിച്ച് പിന്നെയും ഇവർ ഒരു 3-4 വർഷം ശുശ്രൂഷയും ദൈവം ഇവരെ സഹായിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളത് കളിയായിട്ട് എടുത്ത്, എന്നാലും ഈ ഒരാഴ്ചയിനുള്ളിൽ ദൈവം അവരെ ശുദ്ധീകരിച്ചെടുത്ത് തന്നെ പ്രിയം വെച്ച് കർത്താവിൽ ചേർപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന് നന്ദി പറയുന്നു. സ്തോത്രം.